ബാങ്ക് വായ്പയ്ക്കോ ക്രെഡിറ്റ് കാർഡിനോ അപേക്ഷിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ആപ്ലിക്കേഷൻ റിജക്ട് ആയിട്ടുണ്ടോ? നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും സിബിൽ സ്കോർ കുത്തനെ ഇടിയുകയും അക്കൗണ്ടിൽ നെഗറ്റീവ് റിമാർക്ക് വരികയും ചെയ്യുന്ന അനുഭവങ്ങൾ നിരവധി ആളുകൾക്ക് ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇനി പേടിക്കേണ്ടതില്ല. ക്രെഡിറ്റ് സ്കോറിലെ ഇത്തരം തെറ്റുകൾ തിരുത്താനും സിവിൽ സ്കോർ 800 മുകളിൽ പെട്ടെന്ന് ഉയർത്താനും സഹായിക്കുന്ന പുതിയ നിയമങ്ങളും സുപ്രധാന വഴികളുമാണ് ഈ വീഡിയോയിലൂടെ ഞാനിന്ന് പറയുന്നത്. നമ്മളിൽ പലരും കൃത്യസമയത്ത് ക്രെഡിറ്റ് കാർഡ് ബില്ലുകളും വായ്പാ ഗഡുക്കളും അടയ്ക്കുന്നവരായിരിക്കും. എന്നാൽ പലപ്പോഴും ബാങ്കുകളുടെയോ അല്ലെങ്കിൽ ക്രെഡിറ്റ് ബ്യൂറോകളുടെയോ ഭാഗത്തുനിന്നുണ്ടാകുന്ന സാങ്കേതിക പിഴവുകൾ കാരണം സിബിൽ സ്കോർ കുറയാറുണ്ട്. മുൻകാലങ്ങളിൽ ഇത്തരം തെറ്റുകൾ തിരുത്താൻ മാസങ്ങളോളം ബാങ്കുകൾ കയറിയിറങ്ങേണ്ട അവസ്ഥയായിരുന്നു. എന്നാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും സിബിലും ചേർന്ന് നടപ്പിലാക്കിയ പുതിയ ഡാറ്റ കറക്ഷൻ മാനദണ്ഡങ്ങൾ പ്രകാരം ഇതിന് വളരെ പെട്ടെന്ന് പരിഹാരം കാണാൻ സാധിക്കും. ആദ്യമായി നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ എന്തൊക്കെ തെറ്റുകളാണ് വരാൻ സാധ്യതയുള്ളതെന്ന് നോക്കാം. ഒന്നാമതായി, മറ്റൊരാളുടെ വായ്പാ വിവരങ്ങൾ നിങ്ങളുടെ റിപ്പോർട്ടിൽ തെറ്റായി രേഖപ്പെടുന്ന മിക്സ്ഡ് ഫയലുകൾ. രണ്ടാമതായി, നിങ്ങൾ പൂർണ്ണമായി അടച്ചു തീർത്ത വായ്പകൾ അക്കൗണ്ടിൽ ഇന്നും ആക്റ്റീവ് അല്ലെങ്കിൽ ഡിഫോൾട്ട് ആയി കാണിക്കുന്നത്. മൂന്നാമതായി, നിങ്ങളുടെ പേരിൽ വരുന്ന വ്യാജ വായ്പകൾ അഥവാ ഐഡന്റിറ്റി തിരിമറികൾ. ക്രിസിൽ, മോർണിംഗ് സ്റ്റാർ പോലുള്ള പ്രമുഖ ഫിനാൻഷ്യൽ റേറ്റിംഗ് ഏജൻസികളുടെ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് വ്യക്തിഗത ക്രെഡിറ്റ് റിപ്പോർട്ടുകളിൽ ഏകദേശം 15 മുതൽ 20% വരെ ചെറിയ രീതിയിലെങ്കിലും സാങ്കേതിക പിഴവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സിബിൽ സ്കോർ കൃത്യമായി വീണ്ടെടുക്കാനും 800+ ആക്കി മാറ്റാനും ചെയ്യേണ്ട 4 പ്രധാന കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഒന്നാമത്തെ വഴി, വർഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ സൗജന്യ സിബിൽ റിപ്പോർട്ട് പരിശോധിക്കുക എന്നതാണ്. സിബിലിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഏതൊരു വ്യക്തിക്കും വർഷത്തിലൊരിക്കൽ സൗജന്യമായി ക്രെഡിറ്റ് റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇതിൽ നിങ്ങളുടെ അക്കൗണ്ട് വിവരങ്ങളും പേയ്മെന്റ് ഹിസ്റ്ററിയും കൃത്യമാണോ എന്ന് പരിശോധിക്കുക. രണ്ടാമത്തെ വഴി, തെറ്റുകൾ കണ്ടുപിടിച്ചാൽ ഉടനടി ഓൺലൈൻ ഡിസ്പ്യൂട്ട് റേറ്റ് ചെയ്യുക. സിബിൽ വെബ്സൈറ്റിലെ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ സെക്ഷൻ വഴി നിങ്ങൾക്ക് തെറ്റായ എൻട്രികൾ ചൂണ്ടിക്കാണിക്കാം. RBI നിർദ്ദേശപ്രകാരം ഉപഭോക്താവ് പരാതി നൽകിയാൽ നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ബാങ്കും ക്രെഡിറ്റ് ബ്യൂറോയും അത് പരിശോധിച്ച് തിരുത്തലുകൾ വരുത്താൻ ബാധ്യസ്ഥരാണ്. അല്ലാത്ത പക്ഷം ബാങ്കുകൾ ഉപഭോക്താവിന് നഷ്ടപരിഹാരം നൽകണം എന്ന ശക്തമായ നിയമവും നിലവിലുണ്ട്. മൂന്നാമത്തെ വഴി, ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ അഥവാ CUR 30% താഴെയായി നിലനിർത്തുക എന്നതാണ്. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് 1 ലക്ഷം രൂപ പരിധിയുള്ള ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ മാസം തോറും 30,000 രൂപയിൽ താഴെ മാത്രം അതിൽ നിന്ന് ചെലവഴിക്കാൻ ശ്രദ്ധിക്കുക. കാർഡ് ലിമിറ്റിന്റെ ഭൂരിഭാഗവും തുടർച്ചയായി ഉപയോഗിക്കുന്നത് നിങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന സന്ദേശമാണ് സിബിലിന് നൽകുന്നത്. നാലാമതായി, പഴയ വായ്പകൾ അടച്ചു തീർക്കുമ്പോൾ ബാങ്കിൽ നിന്ന് നോൺ ഡ്യൂ സർട്ടിഫിക്കറ്റ് നിർബന്ധമായും വാങ്ങി സൂക്ഷിക്കുക. പലപ്പോഴും ബാങ്കുകൾ വായ്പ ക്ലോസ് ചെയ്ത വിവരം സിബിലിന് റിപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകാറുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ ഈ സർട്ടിഫിക്കറ്റ് ഉദ്ധരിച്ച് നേരിട്ട് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഓർക്കുക, നല്ലൊരു സിബിൽ സ്കോർ എന്നത് നിങ്ങളുടെ ഭാവിയിലെ സാമ്പത്തിക ഭദ്രതയുടെ താക്കോലാണ്. കുറഞ്ഞ പലിശ നിരക്കിൽ ഹോം ലോണുകളും പേഴ്സണൽ ലോണുകളും ലഭിക്കാൻ 750 മുകളിലുള്ള സിബിൽ സ്കോർ വളരെ അത്യാവശ്യമാണ്. ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക. പുതിയ സാമ്പത്തിക അറിവുകൾക്കായി ET മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.